കണ്ണൂരിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന വേദിക്ക് സമീപം ബോംബേറ്. സംഭവത്തിന് പിന്നിൽ RSS ആണെന്ന് CPIM. കോടിയേരി നങ്ങാരത്ത് പീടികയിൽ CPM സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിനിടെയാണ് സംഭവം. ഒരാൾക്ക് പരിക്കുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ PV ജോഷ്ല ചേരുന്നു. ജോഷ്ല, എന്താണ് വിശദാംശങ്ങൾ? കോടിയേരി നങ്ങാരത്ത് പീടികയിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പൊതുയോഗത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് പൊതുയോഗത്തിന് നേരെ ബോംബേറുണ്ടായത്. സംസ്ഥാന സെക്രട്ടറി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേജിന്റെ 100 മീറ്റർ അകലെയാണ് ബോംബേറുണ്ടായത്. ബോംബെറിഞ്ഞത് ബോംബ് റോഡിൽ വെച്ച് പൊട്ടി ലാലു എന്ന CPIM പ്രവർത്തകന് പരിക്കേറ്റിട്ടുണ്ട്. ബൈക്കിലെത്തിയ സംഘമാണ് ബോംബേർ നടത്തിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. RSSകാരാണ് ബോംബെറിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല പൊതുയോഗത്തിന്റെ പരിസരങ്ങളിലെല്ലാം തന്നെ കരിയോയിൽ ഒഴിച്ച് വികൃതമാക്കിയ ഒരവസ്ഥയുമാണുള്ളത്. എന്തായാലും RSSകാരാൽ വധിക്കപ്പെട്ട ജിജേഷ് എന്ന CPIM പ്രവർത്തകന്റെ 9ാം അനുസ്മരണ സമ്മേളനം നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി പ്രസംഗിച്ചുകൊണ്ടിരിക്കവേ വേദിക്ക് നേരെ ബോംബേറുണ്ടാകുന്നത്. ജോഷ്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് ആരെയെങ്കിലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. RSSകാരാണ് പ്രതികൾ എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതേസമയം ഇതുവരെ ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. സംഭവ സ്ഥലത്ത് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ബോംബേറാണ് സംസ്ഥാന സെക്രട്ടറി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വേദിയുടെ സമീപം ഇത്തരത്തിലൊരു ആക്രമണം ആരും പ്രതീക്ഷിച്ചതല്ല. പൊടുന്നനെയുണ്ടായ ആക്രമണം ആയതിനാൽ തന്നെ പെട്ടെന്ന് പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനായിട്ടില്ല. എന്തായാലും സംഭവ സ്ഥലത്ത് പോലീസ് എത്തിയിട്ടുണ്ട്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോഷ്ല, ഇപ്പോ അവിടുത്തെ യോഗം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണല്ലോ അവിടെ ബോംബേർ നടന്നത്. ആ യോഗം അതിനുശേഷം തുടരാനായിട്ടുണ്ടോ? അവിടെ നേതാക്കൾ ആരൊക്കെയുണ്ട്? എന്തൊക്കെയാണ്? കോടിയേരി ബാലകൃഷ്ണന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? കോടിയേരി ബാലകൃഷ്ണന് അപകടമൊന്നും ഉണ്ടായിട്ടില്ല. അതേസമയം CPIM MLA ആയ ഷംസീർ അടക്കമുള്ള പൊതുവേദിയിലായിരുന്നു ഈ സംഭവം നടന്നിട്ടുള്ളത്. വേദിയിൽ അല്ല ബോംബ് എറിഞ്ഞതും ബോംബ് പൊട്ടിയതും വേദിക്ക് അരികിൽ വെച്ചല്ല. എന്നാൽ വേദിയുടെ പൊതുസമ്മേളനത്തിന്റെ പിന്നിലാണ് ബോംബ് പൊട്ടിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇത്തരത്തിൽ ഒരു സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്ന പൊതുയോഗത്തിൽ ഒരു ബോംബേർ ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും അപകടകരമായ ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് കോടിയേരി ബാലകൃഷ്ണനെ പോലുള്ള ഒരാൾ ഏറ്റവും ജനപ്രിയനും ജനസമ്മതനും പൊതുയോഗത്തിൽ ബോംബെറിയുക എന്നുള്ളത് കേരളത്തിലെ പൊതു സമാധാന നിലയെ പോലും തകർക്കുന്ന നിലയിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുക. പ്രത്യേകിച്ച് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്ന ഒരു പൊതുയോഗത്തിന് നേരെ ആക്രമണം നടത്തുക എന്നുള്ളത് അത് ആക്രമണം അഴിച്ചുവിടാനുള്ള കേരളത്തിൽ ഒട്ടാകെ തന്നെ ആക്രമണം അഴിച്ചുവിടാനുള്ള RSS അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളുടെ ഒരു ശ്രമത്തിന്റെ ഭാഗമായി വേണം ഇതിനെ കാണാൻ. ജോഷ്ല, ഈ DYFIയുമായി ബന്ധപ്പെട്ട ഒരു നേതാവിന്റെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കൊല ചെയ്തതിന്റെ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങാണ്. രക്തസാക്ഷിത്വ ദിനവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് അവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ധാരാളം CPM പ്രവർത്തകർ ഉണ്ടായിട്ടുണ്ടാകണം. അവിടെ RSSകാർ ബോംബ് എറിഞ്ഞു, അവിടെ ബൈക്കിലെത്തി ബോംബ് എറിഞ്ഞു എന്ന് പറയുമ്പോൾ അവരെ ഒരു കലാപത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്, ഒരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? പോലീസ് കൃത്യമായി അവിടെ ഇടപെട്ടിട്ടുണ്ടോ? തീർച്ചയായും ലാൽ, പ്രത്യേകിച്ച് നങ്ങാരത്ത് പീടിക എന്ന് പറയുന്നത് കോടിയേരി പ്രദേശത്തെ കോടിയേരി പ്രദേശത്തെ ഒരു ലോക്കൽ ഏരിയയാണ് നങ്ങാരത്ത് പീടിക. ഈ സ്ഥലത്ത് വെച്ചാണ് പ്രത്യേകിച്ച് CPIM ബെൽറ്റാണ് ഈ സ്ഥലം എന്ന് വേണം പറയാൻ. ഈ സ്ഥലത്ത് വെച്ചാണ് കടന്നുകയറ്റം ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു പ്രകോപനപരമായ അന്തരീക്ഷം RSS ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ CPIM പ്രവർത്തകർ കിടയിൽ പ്രകോപനം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. എന്നാൽ പോലും ഈ സ്ഥലത്ത് ഇതുവരെ മറ്റ് സംഘർഷാവസ്ഥകളൊന്നും തന്നെ ഉണ്ടായിട്ടുള്ള CPIM പ്രവർത്തകർ വളരെയേറെ സംയമനം പാലിച്ചിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. മറ്റ് സംഘർഷാവസ്ഥകളൊന്നും തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അതേസമയം CPIM സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്ന ഒരു പൊതുയോഗത്തിന് നേരെ ബോംബേർ ഉണ്ടാവുക, പ്രത്യേകിച്ച് CPIMന്റെ ശക്തി കേന്ദ്രമായ കോടിയേരി പോലുള്ള ഒരു സ്ഥലത്തേക്ക് കടന്നു കയറിക്കൊണ്ട് ബോംബേർ നടത്തുക എന്ന് പറയുന്നത്
കണ്ണൂർ ജില്ലയിൽ തന്നെ പ്രത്യേകിച്ച് ഇത്തരം തലശ്ശേരി അടക്കമുള്ള പ്രദേശങ്ങളിൽ അത് പ്രകോപനം ഉണ്ടാക്കും എന്നുള്ള കൃത്യമായ അറിവ് RSSനുണ്ട്. മാത്രമല്ല സംഘപരിവാർ സംഘടനകൾക്കാകെയുണ്ട്. ഇത്തരത്തിലൊരു സമാധാനാന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരം ഒരു ബോംബേർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് വേണം കരുതാൻ. ശരി, ഇപ്പോ SFIയുടെ സംസ്ഥാന സെക്രട്ടറി വിജിൻ നമുക്ക് ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ സ്റ്റുഡിയോയിലുണ്ട്. വിജിന്റെ നാട്ടിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. കണ്ണൂരിലാണ് വിജിനും കണ്ണൂരുകാരനാണ്. ഈ സ്ഥലമൊക്കെ അറിയാവുന്ന ഒരാൾ കൂടിയാണ് വിജിൻ. കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്, CPMന്റെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിച്ചുകൊണ്ടിരുന്ന വേദിക്കരികിലാണ് ബോംബേർ ഉണ്ടായിരിക്കുന്നത്. അതാണ് ഒന്ന്. രണ്ടാമത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പ്രദേശം, അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പ്രദേശം, ഇതൊക്കെ ഇപ്പോൾ ഈ രീതിയിൽ RSSന്റെ ആക്രമണത്തിന് ഞാൻ തിരിച്ചെത്താം. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ MV ജയരാജനാണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുള്ളത്. ശ്രീ MV ജയരാജൻ, എന്താണ് ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ താങ്കൾക്ക് അറിയാവുന്നത്? ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന വേദിക്കരികിൽ ബോംബേർ ഉണ്ടായിരിക്കുന്നു. എന്താണ് RSSകാർ കൊലപ്പെടുത്തിയ KP ജിതേഷ് എന്ന DYFI പ്രവർത്തകന്റെ രക്തസാക്ഷി ദിനമായിരുന്നു ഇന്ന്. ആ രക്തസാക്ഷി അനുസ്മരണ പരിപാടിയിൽ കോടിയേരി ബാലകൃഷ്ണൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് RSSകാർ ആൾക്കൂട്ടത്തിന് നേരെ ബോംബെറിഞ്ഞത്. അതിലൊരാൾക്ക് പരിക്കുപറ്റി, അദ്ദേഹം ആശുപത്രിയിലാണുള്ളത്. അവിടെ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി കൊടികൾ സ്ഥാപിച്ചിരുന്നു, പ്രചരണ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. അതിനു നേരെ കരിയോലൊഴുക്കുകയും എല്ലാം നശിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ജില്ലാ കലക്ടർ വിളിച്ചു ചേർത്ത സമാധാന യോഗത്തിൽ സമാധാന തീരുമാനമെടുക്കുകയും സമാധാന അന്തരീക്ഷത്തിലേക്ക് ജില്ല വന്നുകൊണ്ടിരിക്കുകയുമാണ്. സമാധാനം തകർക്കുന്ന നടപടി സമാധാന യോഗത്തിന് ശേഷം ആദ്യം സ്വീകരിച്ചത് RSS ആണ്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്ന ഒരു പരിപാടി ജനങ്ങളെല്ലാം പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ബോംബെറിയുന്ന ഒരു ക്രിമിനൽ സംഘമായി RSS മാറി. RSSന് സമാധാനമുണ്ടാകണമെന്ന് ആഗ്രഹമില്ല. അവർക്ക് എല്ലായ്പ്പോഴും അക്രമം ഉണ്ടാവണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ സമാധാനം തകർക്കും വിധത്തിൽ ക്രിമിനൽ സംഘം അവിടെയെല്ലാം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീ MV ജയരാജൻ, ഇപ്പോൾ CPM പ്രവർത്തകരെ ഏത് രീതിയിലാണ് നിങ്ങൾ സമാധാനിപ്പിക്കുന്നത്? കാര്യങ്ങൾ ഇപ്പോൾ സംയമനത്തിന്റെ പാതയിലാണോ? തീർച്ചയായും CPIM സംസ്ഥാന സെക്രട്ടറി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ബോംബെറിയുക എന്ന് പറഞ്ഞാൽ CPIM പ്രവർത്തകന്മാരുടെ മനസ്സിൽ സമാധാനമുണ്ടാക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായാലും അത് അങ്ങേയറ്റം പ്രകോപനം ഉണ്ടാക്കുന്നതാണ്. എന്നാൽ പോലും എല്ലാ പ്രയാസങ്ങളും കടിച്ചമർത്തി ഇനി സംഘർഷം ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു RSS പ്രവർത്തകൻ മരണപ്പെട്ടപ്പോ അതിലൊരു രാഷ്ട്രീയവും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. CPIM ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ആ കേസിൽ പ്രതിയാണെങ്കിൽ സംരക്ഷിക്കില്ല എന്ന് പറയുകയും ചെയ്തു. കലക്ടർ വിളിച്ചു ചേർത്ത സമാധാന യോഗത്തിൽ മരണപ്പെട്ട സന്തോഷിന്റെ വീട് സന്ദർശിക്കാനും ആ പ്രദേശത്ത് സമാധാനമുണ്ടാക്കാനും സർവകക്ഷി സംഘം പോകണമെന്ന് തീരുമാനിച്ചു. അതിനോടെല്ലാം പൂർണ്ണമായി CPIM സഹകരിക്കുകയാണ് ചെയ്തത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് സർവകക്ഷി സംഘം പോകാനുള്ള ഒരു തീരുമാനമെടുത്തത്. ആ തീരുമാനമെല്ലാം എടുത്ത് സമാധാന അന്തരീക്ഷത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ബോധപൂർവം സംഘർഷം ഉണ്ടാക്കുക എന്നതാണ് RSS സ്വീകരിക്കുന്നത്. എങ്കിൽ പോലും CPIM സമാധാനം ഉണ്ടാക്കണം എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് പാർട്ടി പ്രവർത്തകന്മാരോടൊക്കെ കോടിയേരി തന്നെ ആ പൊതുയോഗ സ്ഥലത്ത് വെച്ച് ആരും പ്രകോപനത്തിൽ കുടുങ്ങിപ്പോകരുത് എന്ന് അഭ്യർത്ഥിച്ചത്. അത് വിവേകത്തിന്റെ ശബ്ദമാണ്. അത് RSSന്റെ ക്രിമിനൽ നടപടിയിൽ ഭീരുത്വമുള്ളത് കൊണ്ട് എടുക്കുന്ന സമീപനമല്ല. നാട്ടിൽ സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയുടെ ശബ്ദമാണ്. പൊതുയോഗത്തിൽ തന്നെ പരസ്യമായി കോടിയേരി അങ്ങനെ ഒരു അഭ്യർത്ഥന ജനങ്ങളോട് നടത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ആത്മസംയമനം പാലിച്ച് സമാധാന അന്തരീക്ഷത്തിലേക്ക് നാടിനെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് CPIM തുടരുക. ബോംബെറിഞ്ഞ് പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള RSSന്റെ നീക്കത്തിൽ CPIM പ്രവർത്തകന്മാരാരും
വീണു പോകരുത് എന്ന അഭ്യർത്ഥനയാണ് CPIM-ന് ഉള്ളത്. ഞാൻ തിരിച്ചു വരാം ശ്രീ എം.വി. ജയരാജൻ. ശ്രീ വിജിൻ, ഇതിപ്പോ നമ്മൾ മറ്റൊരു വിഷയമാണ് ചർച്ച ചെയ്യാൻ ഇപ്പോൾ ഇരുന്നതെങ്കിൽ കൂടി ഈ വിഷയത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഒരു CPM-ന്റെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി പ്രസംഗിച്ച വേദിക്ക് സമീപമാണ് ബോംബേർ ഉണ്ടായിരിക്കുന്നത്. അത് കണ്ണൂർ പോലെ ഒരു സ്ഥലത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ സംഘർഷം ഉണ്ടായ ഒരു പ്രദേശം ആണ്. അവിടെ കളക്ടർ കൂടി മുൻകൈ എടുത്ത് സമാധാന യോഗം നടത്തിയതാണ്. അതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. വിജിൻ, താങ്കൾക്ക് അറിയാവുന്ന ഒരു പ്രദേശം കൂടിയാണ്, എങ്ങനെ പ്രതികരിക്കുന്നു? കണ്ണൂർ ജില്ലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി എല്ലാ കാലത്തും ശ്രമം നടത്തിയത് RSS ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കണ്ണൂരിലെ ജനങ്ങൾക്കും നന്നായി അറിയാം. കണ്ണൂരിൽ സമാധാനം കൊണ്ടുവരാൻ ഏറ്റവും ശക്തമായി ഇടപെടൽ നടത്തുന്ന പ്രസ്ഥാനമാണ് CPIM. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് RSSന് നന്നായി അറിയാം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിക്കുന്ന ഒരു വേദിയിലേക്ക് ബോംബെറിഞ്ഞാൽ അവിടെ പ്രകോപനമുണ്ടാകും. അവിടുത്തെ CPM-ന്റെ പ്രവർത്തകർ, അതുപോലെ തന്നെ അതിൻ്റെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിക്കുന്ന വേദിയിലേക്ക് എറിയുമ്പോൾ തീർച്ചയായും അണികൾ ഏറ്റവും ശക്തമായി പ്രതികരിക്കും. അതുകൊണ്ട് തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ നടന്ന കണ്ണൂർ ജില്ലയിലെ സമാധാന അന്തരീക്ഷത്തിൻ്റെ യോഗം ഉൾപ്പെടെ ആ യോഗത്തെ ഉൾപ്പെടെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ശക്തമായ നീക്കമാണ് RSS നടത്തിയിട്ടുള്ളത്. എപ്പോഴെല്ലാം കണ്ണൂർ ജില്ലയിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പിറകിൽ RSS ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിക്കുന്ന വേദിയിലേക്കാണ്. എന്താ RSSകാർക്ക് അതറിയില്ലേ? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്, ജനങ്ങളെല്ലാം പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ബൈക്കിൽ പോയി പ്രസംഗിക്കുന്ന വേദിക്കരികിലേക്ക്, ഇത് പ്രസംഗിക്കുന്ന വേദിയിലേക്ക് തന്നെയാണ് എറിഞ്ഞത് എന്ന പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതായിട്ട്, അതിൻ്റെ അന്വേഷണം ഉൾപ്പെടെ നടത്തേണ്ടതായി വരികയാണ്. ആ നിലയിലേക്ക് കണ്ണൂരിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ RSSകാർ ഏറ്റവും ശക്തമായി ഇടപെടൽ നടത്തുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിക്കുന്ന വേദിയിലേക്ക് ഇത്തരം ബോംബർ നടത്തിയത്. തീർച്ചയായും പ്രതിഷേധാർഹമാണ്. ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഈ RSSകാരെ ഒറ്റപ്പെടുത്തുന്ന നിലയിലേക്ക് ഈ സംഭവങ്ങൾ ഉൾപ്പെടെ മാറിയിട്ടുണ്ട്. ആ രീതിയിലേക്ക് RSSനെ ഒറ്റപ്പെടുത്താൻ, അവരുടെ അക്രമ രാഷ്ട്രീയത്തെ തിരിച്ചറിയാൻ എല്ലാവരും മുന്നോട്ട് വരണം എന്ന് തന്നെയാണ്. തീർച്ചയായും പ്രതിഷേധാർഹമാണ്. ശക്തമായ അന്വേഷണം നടക്കണം. സമാധാന അന്തരീക്ഷം തകർക്കാൻ RSSന് ഒരു ഘട്ടത്തിലും അനുവദിക്കുന്ന നിലയിലേക്ക് മാറരുത്. ആ രീതിയിലേക്ക് എന്ത് ചെയ്യാം എന്ന നിലയിലേക്ക് ഈ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂരിൽ RSS മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. KPCCയുടെ സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാല കൂടി നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കണ്ണൂർ വിഷയം എന്നുള്ളത് നിങ്ങളൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യാറുള്ളതാണ്. അവിടുത്തെ സമാധാന അന്തരീക്ഷത്തെക്കുറിച്ച് പൊതുസമൂഹം പോലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ രീതിയിൽ ഉത്കണ്ഠപ്പെട്ടതുമാണ്. ആ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ വലിയ ശക്തമായ നിലപാടെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ അതിനകത്ത് മുഖം നോക്കാതെ നടപടിയെടുക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായ സംഘർഷത്തിൻ്റെ ഭാഗമായൊക്കെ ഉണ്ടായത്. അവിടെ വീണ്ടും സംഘർഷം തുടരുന്നൊരു അവസരത്തിലാണ് ഏറ്റവും ഒടുവിൽ ജില്ലാ കളക്ടർ ഇടപെട്ട് വലിയ ഒരു ചർച്ച നടത്തിയത്. ഇനി അത്തരത്തിലൊരു കാര്യവും സംഭവിക്കില്ല എന്ന അർത്ഥത്തിലേക്ക് സർവകക്ഷി യോഗത്തിൽ പോലും ഒരു ധാരണ ഉണ്ടായത്. ഇപ്പോൾ ഇതാ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സംസാരിച്ചു കൊണ്ടിരുന്ന വേദിയിൽ ഇത്തരത്തിലൊരു ബോംബേർ ഉണ്ടാകുമ്പോൾ എങ്ങനെ KPCC അതിനോട് പ്രതികരിക്കും? ഇവിടെ ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് ലോ അക്കാഡമി ലോ കോളേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൈരളി ചാനലിൽ നിന്ന് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ വന്നതിന് ശേഷം കൈരളി ചാനലിൽ കണ്ടുള്ള അറിവ് മാത്രമേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എനിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ അറിവ് പരിമിതമാണ് എന്നിരിക്കെ ഇതിനെ സംബന്ധിച്ച ഒരു വിശാലാർത്ഥത്തിൽ പ്രതികരിക്കുവാൻ, ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കുവാൻ ഞാൻ ആളല്ല. പക്ഷേ അക്രമം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അത് തടയപ്പെടേണ്ടത് തന്നെയാണ്. ഇവിടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയാണ് അക്രമം ഉണ്ടായത് എന്ന് പീപ്പിൾ ചാനൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ അധികാരത്തിലുള്ളത് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കണ്ണൂരിൽ കഴിഞ്ഞ കുറേ നാളുകളായി അക്രമം നടക്കുന്നു. അതിനെതിരെ CPM-ഉം RSSും രണ്ട് ഭാഗത്തു നിന്നുകൊണ്ട് അക്രമം നടത്തുമ്പോൾ ഇത് അവസാനിപ്പിക്കണമെന്ന് എപ്പോഴും ആവശ്യപ്പെടുന്ന ഞങ്ങളുടെ പ്രസ്ഥാനം അവിടെ നിരവധിയായ ഈ അക്രമം അവസാനിപ്പിക്കാൻ വേണ്ടി നിരവധിയായ പരിപാടികൾ അവിടെ സംഘടിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടക്കുന്നത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ നിയോജകമണ്ഡലത്തിലും സംസ്ഥാനത്തെ ഭരണം നടത്തുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മണ്ഡലത്തിലുമാണ് എന്നുള്ളത് കേരള സമൂഹത്തെ കൂടുതൽ ഞെട്ടിപ്പിക്കുന്നതാണ്, ഭീതിയിലാഴ്ത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇത്തരത്തിൽ കണ്ണൂരിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെയും ഒക്കെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങൾ നടക്കുന്നു, എന്തുകൊണ്ട് സർക്കാരിന് അത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നതിനെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണ്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകണം എന്നാണ്.
അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്. അത് LDF ആയാലും LDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായാലും BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായാലും അക്രമ പ്രവർത്തനങ്ങളെ നിലയ്ക്ക് നിർത്തുവാൻ സർക്കാരിന് കഴിയണം. അതിന് മുന്നോട്ട് വരണം. സർക്കാർ കടുത്ത നടപടികളുമായി മുന്നോട്ട് വരണം എന്ന് മാത്രമാണ് തൽക്കാലം. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അതിനകത്ത് താങ്കൾ സൂചിപ്പിച്ച ഒരു കാര്യം കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നുകൂടി താങ്കളോട് ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ ഈ CPM-ന്റെ നേതാക്കളെ, അതും പ്രമുഖരായ നേതാക്കളുടെ പ്രദേശത്താണ് ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്നത്, RSS-ന്റെ ആക്രമണം ഉണ്ടാകുന്നത് എന്നാണ് താങ്കൾ തന്നെ സൂചിപ്പിച്ചത്. ഇപ്പോൾ കോടിയേരിയിലായാലും അല്ലെങ്കിൽ പിണറായിയിലായാലും ഒക്കെ ഇത് സംഭവിക്കുന്നു. കണ്ണൂരിൻ്റെ മറ്റു പല ഭാഗങ്ങളും ഒക്കെ ഉണ്ട്. ഇത് സംഭവിക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഈ BJP അല്ലെങ്കിൽ RSS പോലെയുള്ള സംഘടനകൾ ആണല്ലോ ഈ തരത്തിലുള്ള ആക്രമണത്തിൻ്റെ മറുപുറത്ത് നിൽക്കുന്നത്. അവർ കൂടുതൽ വലിയ പ്രതിരോധം ആഗ്രഹിക്കുന്നത്, അവർക്ക് തകർക്കണമെന്ന് തോന്നുന്ന ഒരു സംഘടന നേതൃത്വം എന്ന് പറയുന്നത് CPM ആണ് എന്ന അർത്ഥത്തിൽ അവർ എടുത്തിട്ടുണ്ട്. കോൺഗ്രസിനെ ആ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകേണ്ടി വരുന്നില്ല എന്ന് കാണേണ്ടി വരുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ മാത്രം ഇത്തരത്തിൽ CPM-ഉം BJP-യും തമ്മിൽ അല്ലെങ്കിൽ RSS-ഉമായി സംഘർഷം ഉണ്ടാവുക സാധാരണമാണ്, സർവ്വസാധാരണമാണ്. എന്തുകൊണ്ട് അത്തരത്തിൽ ഉണ്ടാകുന്നു എന്ന് രണ്ട് ഭാഗമുണ്ട്. നിങ്ങളിപ്പോൾ പറയുന്നു CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് BJP കടന്നു കയറാൻ ശ്രമിക്കുമ്പോഴാണെന്ന്. തിരിച്ചു പറയുന്നവരുമുണ്ട്. അവർ പറയുന്നത് CPM അധികാരത്തിൽ വരുമ്പോൾ BJP അടിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. എന്തായാലും ശരി തന്നെ, ഇത്തരത്തിൽ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ സമാധാനപരമായ ഒരു ജീവിതാന്തരീക്ഷമാണ്. സമാധാനം തകർക്കാനും ഹർത്താൽ നടത്താനും എന്നും ഈ സമൂഹത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്തുവാൻ ഇരു പാർട്ടികളും ഊരിയ വാൾ ഉറയിലിടുവാൻ തയ്യാറാകണം എന്ന് മാത്രമേ ഈ വിഷയത്തെക്കുറിച്ച് തൽക്കാലം ഞാൻ പ്രതികരിക്കുന്നുള്ളൂ. കാരണം ഈ വിഷയത്തിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് പീപ്പിൾ ചാനലിൽ നിന്ന് കണ്ടറിഞ്ഞത് അല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ കിട്ടിയിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ അറിയാതെ ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിച്ചിട്ടില്ല. ശ്രീ AN ഷംസീർ MLA കൂടി ഇപ്പോൾ ചേർന്നിരിക്കുന്നു. ശ്രീ ഷംസീർ, താങ്കൾ ഇപ്പോൾ ഈ പ്രസംഗം നടന്ന വേദിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, ഈ പരിപാടി നടന്ന സ്ഥലത്തുണ്ടായിരുന്ന ആളാണ്. എന്താണ് അവിടെ സംഭവിച്ചതായി താങ്കൾക്ക് വിശദീകരിക്കാനാകുക? ഇന്ന് ജിജേഷിന്റെ രക്തസാക്ഷി ദിനമാണ്. RSS-കാർ 9 വർഷങ്ങൾക്ക് മുമ്പ് വെട്ടിക്കൊന്ന ജിജേഷിന്റെ അനുസ്മരണ ദിനത്തിന്റെ ഭാഗമായി ഇന്ന് CPI-ന്റെ ഒരു പാർട്ടി ഓഫീസ് ഉദ്ഘാടനമാണ്. സഖാവ് കോടിയേരി അദ്ദേഹത്തിന്റെ നാട്ടിൽ, ഞങ്ങളൊക്കെ നാടാണ്. അപ്പൊ കോടിയേരി ഉദ്ഘാടനം, ഞങ്ങളുടെ പ്രകടനം, ഞങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രകടനം എത്തി. പ്രകടനത്തിന്റെ പിറകിൽ തന്നെ ഒരു കരിയൊഴിച്ചു. പ്രകടനം നടന്ന് കയറിയെത്തുമ്പോഴേക്കും ജിജേഷിന്റെ ചുവരെഴുത്തുകൾക്ക് നേരെയും പോസ്റ്ററുകൾക്ക് നേരെയും കരിയൊഴിച്ചു. ശരി, ശ്രീ ഷംസീർ, ടെലിഫോൺ ലൈനിൽ ഒരു പ്രശ്നമുണ്ട്, ഞാൻ തിരിച്ചെത്താൻ ശ്രമിക്കാം. ശ്രീ വിജിൻ, ഇപ്പോൾ ശ്രീ ജ്യോതികുമാർ ചാമക്കാല സൂചിപ്പിച്ച ഒരു അർത്ഥത്തിൽ എങ്ങനെയാണ് കണ്ണൂരിൽ നടക്കുന്ന ഈ സംഭവങ്ങളെ, പ്രത്യേകിച്ച് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ RSS നടത്തുന്ന ഈ ഇടപെടലുകളെ കാണണം? ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, കണ്ണൂർ ജില്ലയിലെ സമാധാന അന്തരീക്ഷം എല്ലാ കാലത്തും തകർക്കുന്ന RSS ശ്രമിക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത ഉദാഹരണം, നവംബർ 5-ാം തീയതിയാണ് കളക്ടർ വിളിച്ചു ചേർത്ത ഒരു യോഗം ചേർന്ന് സമാധാനം കണ്ണൂരിൽ ഉണ്ടാകണം എന്ന് എല്ലാ സംഘടനകളും തീരുമാനിച്ച് പിരിഞ്ഞത്. ആ യോഗം പിരിഞ്ഞ് അതിൻ്റെ ജില്ലാ പ്രസിഡന്റ് പാനൂരിലെത്തും മുന്നേ പാനൂരിൽ DYFI നേതാക്കൾക്ക് നേരെ RSS ബോംബെറിയുകയാണ്. അതോടൊപ്പം തന്നെയാണ് ദിവസങ്ങൾക്ക് മുന്നേ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന ഘട്ടത്തിൽ ആ സ്കൂൾ കലോത്സവത്തിൻ്റെ മെയിൻ സ്റ്റേജിൻ്റെ തൊട്ടടുത്ത് 100 മീറ്റർ അകലെ RSS ബോംബെറിയുന്ന സാഹചര്യമുണ്ടായത്. ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിക്കുന്ന വേദിയിലേക്ക് തന്നെ ബോംബെറിഞ്ഞ് കണ്ണൂരിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ഏറ്റവും ശക്തമായ അജണ്ടയാണ് RSS തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ മുന്നേ നാം നിരവധി ചർച്ചകൾ നടത്തിയത് ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ പ്രത്യേക അജണ്ട തയ്യാറാക്കിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെയൊക്കെ അക്രമമാണ് എന്ന് വരുത്തി തീർക്കാൻ ബോധറുമായി ഇടപെടലാണ് RSS-ഉം അതുപോലെ തന്നെ BJP ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഈ നാടിൻ്റെ സമാധാനാന്തരീക്ഷത്തെ തകർക്കാൻ RSS ഇതാ അജണ്ട കെട്ടി ഇറങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ്. ഇവിടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിക്കുന്ന വേദിയിലേക്ക് ഇത്തരത്തിൽ ബോംബേറ് നടത്തിയാൽ അവിടെ അക്രമം ഉണ്ടാക്കാൻ സാധിക്കും, കണ്ണൂരിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ സാധിക്കും. ഒരുപക്ഷെ അവിടെ പ്രസംഗം കേട്ടി നിൽക്കുന്ന ആൾക്കാർ പ്രകോപനമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടുൾപ്പെടെയാണ് ഈ രീതിയിൽ ഇടപെടൽ RSS-ൻ്റെ ഭാഗമായി നടത്തുന്നത്. തീർച്ചയായും ഈ പ്രതിഷേധാർഹമായ സംഭവം ഒരു കാലഘട്ടത്തിൽ ഈ കേരളത്തിൻ്റെ അന്തരീക്ഷത്തെ തകർത്തവർ ഇന്ന് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഈ കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സമാധാന അന്തരീക്ഷം തകർക്കാൻ ഏറ്റവും ശക്തമായ അജണ്ടയുമായിട്ടാണ് മുന്നോട്ട് വരുന്നത്. പ്രതിഷേധാർഹമായ കാര്യമാണ്, ശക്തമായ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. എന്തിന് കണ്ണൂരിൻ്റെയും ഈ നാടിൻ്റെയും അന്തരീക്ഷം തകർക്കാൻ RSS-കാർ ഇങ്ങനെ ഒരുമിട്ടിറങ്ങുന്നു എന്ന കാര്യം കൂടി ശക്തമായി ഈ കേരളം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. റൈറ്റ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ വിജിൻ ചൂണ്ടിക്കാട്ടിയത് ഈ രീതിയിൽ തന്നെയാണ്. ഇത് അന്വേഷിക്കണം, ഈ കാര്യങ്ങളിൽ ശക്തമായ നിലപാടുകൾ എടുക്കണം. പക്ഷേ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചാൽ, ഇത് ഭരിക്കുന്ന ഒരു പാർട്ടി ആണ് CPM. ഭരണത്തിൽ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ
മുൻകാലങ്ങളിലെ കണ്ണൂരിൻ്റെ ഒരു ചരിത്രം നമ്മൾ ആരും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി പ്രവർത്തകർക്ക് വികാരം ഉണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ശക്തി പ്രകടിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. കോൺഗ്രസ്സുകാർക്കും അവിടെ ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. CPM-ഉം BJP-യും തമ്മിലുള്ള സംഘടനം, RSS-ഉം തമ്മിലുള്ള സംഘടനം വളരെ കൂടുതലും തന്നെയാണ്, അത് കണ്ടിട്ടുള്ളതാണ്. ആ കാര്യത്തിൽ വളരെ ക്ഷമയോടുകൂടി തന്നെ കാര്യമായ ആത്മസംയമനത്തോടു കൂടി തന്നെ സ്വയം നിയന്ത്രിച്ച് തന്നെ പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലാണ് CPM പോലെ ഒരു സംഘടന. അവർ ആണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടാക്കുന്നത് ഏത് രീതിയിലാണ് കാണേണ്ടത് എന്നായിരുന്നു എൻ്റെ ചോദ്യം. അത് ഏത് പാർട്ടി ഭരിച്ചാലും ഭരിക്കുന്നവർക്കൊരു പ്രതിസന്ധി ഉണ്ടല്ലോ. അല്ല, ഇതിനെ അങ്ങനെ കാണാൻ കഴിയില്ല. ഇവിടെ കണ്ണൂരിലെ കണക്കെടുത്താൽ നിങ്ങൾക്ക് ബോധ്യമാവും. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വന്നതിന് ശേഷം CPM-കാർ പ്രതികളായി കേസുണ്ടായിട്ടില്ലേ? ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് രണ്ട് കൂട്ടരും തുല്യ പങ്കാളികളാണ്. ഈ അക്രമ സമരങ്ങളിൽ CPM-നും RSS-നും ഒരുപോലെ പങ്കുണ്ട്. അക്കാര്യം കേരളത്തിലെ സമൂഹത്തിന് അറിയാം. നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ഇതിൻ്റെ ആക്കം കൂടുകയാണ് സംഭവിക്കാറുള്ളത്. അത് മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോഴും അതിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഇത്തരത്തിൽ CPM-ഉം RSS-ഉം തമ്മിലുള്ള ആക്രമണം കൂടി വരുന്നു. ഓരോ ദിവസം കഴിയും തോറും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പൊതുവൽക്കരിച്ച് കാണുമ്പോൾ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നമ്മൾ കണ്ണൂരിലെ ഈ സംഭവങ്ങളെ ഫാക്ട് വെച്ച് പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസം ഇപ്പോൾ വിജിൻ ചൂണ്ടിക്കാട്ടിയതുപോലെ, നേരത്തെ ശ്രീ MV ജയരാജനും പറഞ്ഞതുപോലെ തന്നെ അവിടെ സമാധാന യോഗം നടന്നതാണ്. ഈ ഏറ്റവും ഒടുവിൽ സന്തോഷിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവം, അതിനുശേഷം കലോത്സവത്തിനിടയിലാണ് ഈ കാര്യങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ്. അതിനുശേഷം വലിയ രീതിയിലേക്ക് കണ്ണൂർ പോകാമായിരുന്നതിനെ നിയന്ത്രിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ പോലീസാണ്. അത് കൃത്യമായി ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു. കളക്ടർ ഇടപെട്ട് യോഗം വിളിച്ചുകൂട്ടി അതിൽ എടുത്ത തീരുമാനപ്രകാരം ഇനി ആര് എന്നുള്ളത്, അത് ഏത് ഭാഗത്തു നിന്നായാലും അവരെ തള്ളിപ്പറയുന്ന നിലപാടെടുക്കും എന്നുള്ളതാണ് തീരുമാനം. അത് CPM കഴിഞ്ഞ സംഭവത്തിൽ എടുത്തിട്ടുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായി അവരെ പോലീസ് പിടികൂടി തന്നെ മുന്നോട്ട് കാര്യങ്ങൾ പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ അവിടെ ഉണ്ടാകാം. അത് സ്വത്ത് തർക്കമാണോ, അവരുടെ അകത്തുള്ള പ്രശ്നങ്ങളാണോ, പാർട്ടി തർക്കം, രാഷ്ട്രീയ പ്രശ്നമാണോ എന്നുള്ള തർക്കങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ കാര്യത്തിൽ നിലപാടുകൾ എടുത്ത് പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് വീണ്ടും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിക്കുന്ന ഒരു വേദിയിൽ എന്ന് പറയുമ്പോൾ താങ്കളുടെ പാർട്ടിയുടെ അധ്യക്ഷൻ VM സുധീരൻ പ്രസംഗിക്കുന്ന വേദിയെക്കുറിച്ച് ആലോചിക്കുക. അവിടെയാണ് ഒരു സംഭവം ഉണ്ടായത്. നിങ്ങളുടെ പാർട്ടിയുടെ അണികൾ എങ്ങനെയാണ് ഉണ്ടാകുക? അതാണ് ഇവരുടെ പാർട്ടിയിലും സംഭവിക്കുന്നത്. അല്ല, ഇതിനെ രണ്ടിനെയും കൂട്ടിക്കുഴയ്ക്കണ്ട. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുന്നതും KPC പ്രസിഡന്റ് അത് ഇപ്പോൾ ഇവിടുത്തെ വിഷയം ലാല് പറഞ്ഞതിനകത്ത് തന്നെ ഈ ചോദ്യത്തിനെല്ലാം ഉത്തരവുണ്ട്. കലോത്സവം നടക്കുമ്പോഴാണ് അവിടെ കൊലപാതകം ഉണ്ടായത്. അപ്പോൾ അതിനകത്ത് പ്രതികൾ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തിരിച്ചും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിലപാടെടുത്തു. അല്ല, നിങ്ങൾ നിലപാടെടുത്തോ എന്നുള്ളതല്ല, ലാല് തന്നെയാണ് പറഞ്ഞത് സർവകക്ഷി യോഗം നടന്നതിന് ശേഷം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം ഇവിടെ സർവകക്ഷി യോഗം കൊണ്ടോ കളക്ടർ പറയുന്ന വാക്കുകൾ അവസാന വാക്കുകളാകാൻ ഈ CPM-ഓ BJP-യോ തയ്യാറായിട്ടില്ല. അത് ഇപ്പോൾ ആദ്യമായിട്ടല്ല കളക്ടർ ഇത്തരത്തിൽ യോഗം വിളിക്കുന്നത്. മുൻകാലങ്ങളിലും വിളിച്ചിട്ടുണ്ട്. സംഘർഷം ഉണ്ടാകുമ്പോഴും കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോഴും ഒക്കെ വിളിക്കാറുണ്ട്. പക്ഷേ അതിനുശേഷവും ഒരു ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മറുഭാഗത്തുനിന്ന് ഇതിന് വിരുദ്ധമായ അക്രമകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. അതിൻ്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കുന്നു, ആളുകളെ പരസ്പരം കൊല ചെയ്യപ്പെടുന്നു, സമാധാന അന്തരീക്ഷം തകർക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷം ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ RSS-ഉം ഇടതുപക്ഷവും CPM-ഉം തമ്മിലുള്ള തർക്കം അല്ലെങ്കിൽ കൊലപാതക രാഷ്ട്രീയം കേരളത്തിൽ കൂടുതലാണ് എന്ന് മുൻകാലങ്ങളിലെ അനുഭവം പറഞ്ഞിരുന്നു. ഇപ്പോഴും അത് ആവർത്തിക്കുന്നു. അത് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ദിനത്തിൽ തുടങ്ങിയ ആ ആക്രമണ പരമ്പര ഇപ്പോഴും തുടരുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ സംഭവം. പക്ഷേ അതിനകത്ത് ഞങ്ങൾ ആരുടെയും പക്ഷം പിടിക്കാനില്ല. RSS-ഉം അതുപോലെ തന്നെ സംസ്ഥാനം ഭരിക്കുന്ന CPM-ഉം ഇക്കാര്യത്തിൽ മുന്നോട്ട് പോയാൽ മാത്രമേ പരസ്പരം സംഘർഷത്തിലേക്ക് പോകില്ല എന്ന് സ്വയം തീരുമാനിച്ചാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോഴത്തെ ആക്രമണ പരമ്പരകൾക്കെല്ലാം ഈ രണ്ട് പാർട്ടികളും ഒരുപോലെ കുറ്റക്കാരാണ്. കേരളത്തിൽ സമാധാനം കാംക്ഷിക്കുന്ന ജനങ്ങൾ, പൊതുസമൂഹം ഉണ്ട് എന്ന കാര്യം ഇരു പാർട്ടികളും മറക്കരുത്. ഇനിയും നിങ്ങൾ ഇലക്ഷനെ നേരിടേണ്ടവരാണ്. സ്വാഭാവികമായും ജനകീയ കോടതിയിൽ പോകേണ്ടവരാണ് എല്ലാ പാർട്ടിക്കാരും. അതുകൊണ്ട് തന്നെ അക്രമത്തിലൂടെ ജനങ്ങളുടെ പിന്തുണ പിടിച്ചുപറ്റാം എന്നാരെങ്കിലും കരുതുന്നെങ്കിൽ അവർ വ്യാമോഹിക്കുകയാണ് എന്ന് മാത്രമേ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഈ കാര്യത്തിൽ CPM-നെയും RSS-നെയും ഒരുപോലെ കണ്ട് ഉപദേശിക്കാനാണ് KPCC ഭാരവാഹിയായ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ശ്രമിക്കുന്നത്. ആ നിലയിൽ തന്നെ ഇപ്പോൾ കാര്യങ്ങളെ കാണേണ്ടതുണ്ടോ? ഏറ്റവും ഒടുവിലത്തെ കണ്ണൂരിൻ്റെ സവിശേഷതകൾ, ഈ കാര്യത്തിലുള്ള ധാരണകൾ, ഭരണപരമായ തീരുമാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, അതിലെ നിലപാടുകൾ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും കണ്ണൂരിൻ്റെ സാഹചര്യം എടുത്ത് നോക്കിയാൽ, ഞാനിവിടെ തുടക്കത്തിൽ പറഞ്ഞതും രണ്ടാമത് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരു കാര്യമുണ്ട്. കണ്ണൂരിൻ്റെ സാഹചര്യം എടുത്ത് പരിശോധിച്ച് ആരാണ് അക്രമത്തിന് തുടക്കം കുറിക്കുക? ഞാൻ ഒരു കണ്ണൂരുകാരനായതുകൊണ്ട് എനിക്ക് നന്നായി അറിയാം
എല്ലായ്പ്പോഴും അവിടെ അക്രമത്തിന് തുടക്കം കുറിച്ചത് RSS ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നിവിടെ സമാധാനം വേണം, കണ്ണൂരിൽ നിന്ന് എല്ലാ പാർട്ടിയും ഒരുപോലെ ആഗ്രഹിക്കുകയാണ്, CPM ആഗ്രഹിക്കുകയാണ്. ആ നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് അക്രമം ആവശ്യമാണ്. ഇവിടെ കണ്ണൂരിൽ അക്രമമാണ് വേണ്ടത്, സമാധാനമല്ല വേണ്ടത് എന്ന തീരുമാനമെടുക്കുന്ന ആരാ? ഇവിടെ RSS അല്ലേ? ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇവിടെ പറഞ്ഞു വെക്കുന്നത് അവിടെ RSSഉം അതുപോലെ തന്നെ CPM രണ്ടുപേരും പരസ്പരം ഞങ്ങൾ പാവങ്ങൾ മാറി നിൽക്കുകയാണ് എന്നുള്ളതാണ്. ഞാൻ തൃശ്ശൂരെയൊക്കെ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു വരുന്നില്ല. അതുകൊണ്ട് ഈ സാഹചര്യം അത് സംസാരിക്കേണ്ട വേദിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനകത്ത് കടന്നു പോകുന്നില്ല. പക്ഷേ ഇവിടെ അക്രമത്തിന് എപ്പോഴും നേതൃത്വം കൊടുക്കുന്ന RSS ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. CPM ഒരു ജനകീയ പാർട്ടിയാണ്, ജനങ്ങൾ അണിനിരത്തി മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ്. ആ പ്രസ്ഥാനം എപ്പോഴും ജനങ്ങളുടെ ഹൃദയത്തിലാണ് താമസിക്കുന്നത്. അല്ലാതെ അവിടെ അക്രമം ഉണ്ടാക്കി ജനങ്ങളുടെ ഹൃദയത്തിൽ കയറി ചെല്ലാൻ ഒരു കാലഘട്ടത്തിലും CPM തയ്യാറായിട്ടുമില്ല, CPM ആ രീതിയിൽ ശ്രമിക്കുകയുമില്ല. ഇവിടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എടുത്താൽ മതി. CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി, ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പാർട്ടിയുടെ സെക്രട്ടറി പ്രസംഗിക്കുന്ന വേദിയിലേക്ക് 100 മീറ്റർ അകലേക്ക് ബൈക്കിൽ വന്ന് ബോംബ് വലിച്ചെറിയുക, അതുപോലെ തന്നെ പ്രകടനം നടന്ന റോഡിൽ കരിയോയിൽ ഒഴിക്കുക, ബോധപൂർവം കണ്ണൂരിനെ അക്രമത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സമാധാനം ആഗ്രഹിക്കുന്നവരുടെ മനസ്സിലേക്ക് പോലും ഇതാ നിങ്ങൾ പ്രതികരിക്കണം എന്നിതാ ഞങ്ങൾ നിങ്ങളെ അങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യുകയാണ്, നിങ്ങൾ തിരിച്ച് അറ്റാക്ക് ചെയ്ത് ഇവിടുത്തെ അക്രമം തിരിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇവിടുത്തെ സമാധാനം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നവർ RSSകാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ RSSകാരെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ജനങ്ങളാകെ പൊതുസമൂഹമാകെ ഒറ്റക്കെട്ടായി ഇറങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളം നാടെത്തിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരി, BJP നേതാവ് VV രാജേഷ് ടെലിഫോൺ ലൈൻ ഉണ്ടാകും. അതിനകത്ത് സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിലേക്ക് തിരിച്ചെത്താം. ശ്രീ വിജയൻ, ഇപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോഴും സംസ്ഥാനത്ത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ. ആ കണ്ണൂരിൽ ഇത്തരത്തിലൊരു വിഷയം വീണ്ടും വരുമ്പോൾ ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPMന് പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ള അർത്ഥത്തിലാണ് KPCC ഇതിനെ ഇപ്പോൾ കണ്ടത്. BJP നേതാക്കളും ഭരിക്കുന്ന പാർട്ടി നിങ്ങളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ തലയിലേക്ക് ഇടാനാണ് സാധ്യത. പക്ഷേ ഇതിന് ഇടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അണികളെ സാന്ത്വനപ്പെടുത്തേണ്ടതുണ്ട്. ഇത് അതിനപ്പുറം ഒരു സംസ്ഥാന പാർട്ടി, ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന് തുല്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. വേദിക്ക് അരികിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. എങ്ങനെ നിങ്ങൾ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യും? തീർച്ചയായും RSSൻ്റെ ലക്ഷ്യം അത് തന്നെയായിരുന്നു. CPMനെ പോലുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിക്കുന്ന വേദിയിലേക്ക് ഇത്തരത്തിൽ ബോംബ് വലിച്ചെറിയുകയും പ്രകടനത്തിന് പിറകെ നടന്ന് കരിയോലൊഴിക്കുകയും ചെയ്താൽ തീർച്ചയായും ജനങ്ങൾ ഏറ്റവും ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുമെന്ന് നന്നായി RSSനറിയാം. ഇവിടെ CPM എപ്പോഴും, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ സമാധാന അന്തരീക്ഷം ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ്. കണ്ണൂർ ഏറ്റവും സമാധാനത്തോടെ പോകണം എന്ന് തന്നെയാണ് CPMൻ്റെ ആഗ്രഹം. അവിടെ ഒരു സംശയമില്ല. കണ്ണൂരിൽ വരുന്ന ജനങ്ങൾക്കെല്ലാം അറിയാം. കേരളത്തിൽ എവിടെയൊന്നും, ഈ രാജ്യത്തിന് എവിടെ വന്ന് കണ്ണൂരിൽ പോയ ജനങ്ങളും കണ്ണൂരിനെ കുറിച്ച് ഏറ്റവും സ്നേഹസമ്പന്നരായ ജനങ്ങൾ താമസിക്കുന്ന നാടാണ് എന്നാണ് പറയുക. അങ്ങനെ ആ കണ്ണൂരിനെ വളർത്തിയെടുക്കുന്നത് നിർണായകമായ പങ്കുവഹിച്ച പാർട്ടിയാണ് CPIM. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ CPMനെ പോലുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിക്കുന്ന വേദിയിലേക്ക് ബോംബെറിയുക, പ്രകോപനമുണ്ടാക്കുക, അണികളിൽ ഏറ്റവും ശക്തമായ പ്രകോപനമുണ്ടാക്കി കണ്ണൂരിനെ ആക്രമിക്കുക എന്ന ലക്ഷ്യം അത് RSS ആണ് നടത്തുന്നത്. ഇവിടെ കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ പരമ്പരകൾ ഓരോന്നായി എടുത്തു നോക്കിയാലും, രാഷ്ട്രീയ കൊലപാതകങ്ങൾ എടുത്തു നോക്കിയാലും ആ നിലയിലേക്ക് കണ്ണൂരിനെ എത്തിക്കാൻ ഏറ്റവും ശക്തമായി ഇടപെടൽ നടത്തുന്ന പാർട്ടി RSS ആണെന്ന കാര്യം സംശയമില്ല. പയ്യന്നൂർ മേഖലയിൽ, കണ്ണൂരിലെ ഏറ്റവും സമാധാനപരമായ മേഖലയായിരുന്നു പയ്യന്നൂർ മേഖല. ആ പയ്യന്നൂർ മേഖലയെ അക്രമത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ ഏറ്റവും ശക്തമായി ഇടപെടൽ നടത്തുന്ന RSS ആണ്. RSS തന്നെയാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പയ്യന്നൂർ തുടക്കം കുറിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ കണ്ണൂർ ജില്ലയിലെ വിവിധ മേഖലകളെ അക്രമത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുപോയി ഇവിടെ സമാധാനം വേണ്ടതില്ല, ഇവിടെ ഭരിക്കുന്ന പാർട്ടി അത് CPIM ആണ്, അതുകൊണ്ട് ആ പാർട്ടി ഭരിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ അക്രമമാണ് എന്ന് വരുത്തി തീർക്കാൻ പ്രത്യേക അജണ്ട തയ്യാറാക്കിക്കൊണ്ടാണ് RSSൻ്റെയും BJPയുടെ പ്രവർത്തകർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഈ പ്രസംഗിക്കുന്ന വേദിയിലേക്ക് ഒരു ബോംബ് വലിച്ചെറിയുക എന്ന് പറഞ്ഞാൽ അവിടെ പ്രകോപനമുണ്ടാകും. തീർച്ചയായും CPMനെ പോലുള്ള ഒരു പാർട്ടിക്കുള്ളിലെ പ്രവർത്തകർ, ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ ഇത്ര അക്രമം ഉണ്ടാകുമ്പോൾ അത് കണ്ടിലും നടിച്ച് നിൽക്കാൻ സാധിക്കില്ല. അവിടെ പാർട്ടിയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അണികളെ നേരത്തെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് MV ജയരാജൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പാർട്ടിയുടെ പ്രവർത്തകരെ, പാർട്ടിയുടെ മറ്റ് അണികളെയെല്ലാം സമാധാനത്തിൽ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം കൂടി ഇവിടെ പാർട്ടി ഏറ്റെടുക്കേണ്ടി വരികയാണ്. അവരെല്ലാം പ്രകോപനരായി നിൽക്കുകയാണ്.
RSSന് ഇത്ര അക്രമം നടക്കുമ്പോൾ കണ്ണൂർ ജില്ലയിലെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പാർട്ടി പ്രവർത്തകർ അവർ പ്രകോപിതരാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരെ സമാധാനത്തിന്റെ പാതയിൽ പ്രകോപിതരാക്കാതിരിക്കാൻ ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട്. കണ്ണൂരിനെ സമാധാനത്തിൽ കൊണ്ടുപോകാൻ ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ ശക്തമായ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതായി ഇരിക്കുന്ന സാഹചര്യത്തിലാണ് കണ്ണൂരിനെ മാറ്റാൻ RSS ശ്രമിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഈ കോടിയേരിക്ക് സമീപം ഉള്ള ഈ പ്രദേശം, ഇത് വിജിന് ഒരുപക്ഷെ അറിയാവുന്ന ഒരു പ്രദേശമായിരിക്കണം. ഇവിടെ ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമുള്ള സ്ഥലമാണോ, അതോ മറ്റ് പ്രദേശത്ത് നിന്ന് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടാകാനാണോ സാധ്യത? ഇവിടെ ഇന്ന് അവിടെ നടന്ന പരിപാടി തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിച്ചുകൊണ്ടിരുന്നത് സഖാവ് ജിനേഷ് വിജിൻ, ഞാൻ ഒരു മിനിറ്റ് ഇപ്പോൾ തിരിച്ചു വരാം. ഇപ്പോൾ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീ പി ജയരാജൻ തന്നെ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ പി ജയരാജൻ, എന്താണ് കോടിയേരി നങ്ങാരത്ത് പീടികയിൽ സംഭവിച്ചത്? അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ. കോടിയേരിയിൽ RSSകാരെ കൊലപ്പെടുത്തിയ രക്തസാക്ഷി സഖാവ് ജിജേഷിന്റെ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സഖാവ് കോടിയേരി പ്രസംഗിക്കുന്നതിനിടയിലാണ് ഒരു പറ്റം RSSകാർ വന്നിട്ട് ആ പരിപാടിയുടെ പ്രചരണ ബോർഡിന് നേരെ കരിയോല ഒഴിച്ചത്. സ്വാഭാവികമായിട്ടും ഒരു ജനക്കൂട്ടത്തിന്റെ പരിപാടിക്കിടയിൽ ഇത്തരമൊരു പ്രകോപനപരമായിട്ട് നീക്കം വന്നാൽ ജനങ്ങള് സ്വാഭാവികമായിട്ടും അത് അന്വേഷിക്കുമല്ലോ. അപ്പൊ അന്വേഷിക്കുന്ന അവസരത്തിൽ അതിന്റെ പരിസരത്തുള്ള മുഴുവൻ പാർട്ടി കൊടികളും പ്രചരണ ബോർഡുകളും നശിപ്പിക്കുകയാണ് RSSകാർ ചെയ്തത്. അതിനെ തുടർന്ന് അവർ ബോംബെറിഞ്ഞ സംഭവം ഉണ്ടായി. ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. ഒരു മര്യാദ പോലും കാണിക്കാതെ CPMന്റെ ഒരു പ്രചരണ പരിപാടി പോലും അലങ്കോലപ്പെടുത്തുന്ന നീക്കം, അതും CPMന്റെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവ് പങ്കെടുക്കുന്ന പ്രചരണ പരിപാടി പോലും അലങ്കോലപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ സർവകക്ഷി സമാധാന യോഗവും ഉഭയകക്ഷി ചർച്ചകളുമെല്ലാം നടന്നു കഴിഞ്ഞതിന് ശേഷം ഇത്തരമൊരു പ്രകോപനം ഉണ്ടാക്കുന്നതിന്റെ പിന്നിലുള്ളത് സമാധാനം RSSൽ ഒരു വിഭാഗം ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. ഒരു വിഭാഗം ആളുകൾ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, ഒരു വിഭാഗം ക്രിമിനലുകൾ സംഘർഷം തുടരണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന്റെ തെളിവാണ് ഇന്ന് പൊതുയോഗ സ്ഥലത്തിനടുത്ത് തന്നെ അത്യന്തം പ്രകോപനപരമായിട്ടുള്ള നീക്കമുണ്ടാക്കി ബോംബെറിയാനും പ്രചരണ സാമഗ്രികളൊക്കെ നശിപ്പിക്കാനും തയ്യാറായത് തെളിയിക്കുന്നത്. ശ്രീ പി ജയരാജൻ, അവിടെ ഒരു പരിപാടി നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെ സംഭവിച്ചത്. സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രസംഗിക്കുന്നതിന് ഇടയിലാണ് ഇങ്ങനെ ഒരു സംഭവം. അത് താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസംഗിക്കുന്ന വേദിക്കരികിൽ ഇങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്നത് അത്യന്തം ഗൗരവപരമായ ഒരു കാര്യമാണ്. അതും കണ്ണൂർ പോലുള്ള സ്ഥലത്ത് ഇത്തരം സംഘർഷം നിലനിൽക്കുന്ന സമയത്ത് ഇത് ഇനി ഏത് രീതിയിലാണ് ഇതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുക? നിങ്ങൾ എങ്ങനെയാണ് CPM അതിനെ നിയന്ത്രിക്കാൻ ഇപ്പോൾ മുൻകൈ എടുത്തിട്ടുള്ളത്? അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടോ ഇപ്പോൾ? അത് ആവേശഭരിതരായ ഒരുപക്ഷെ ഇതിലെ പ്രകോപിതരാകുന്ന സാധാരണ രീതിയിലുള്ള പാർട്ടി അംഗങ്ങൾ ഉണ്ടാവുമല്ലോ, പാർട്ടി അണികൾ ഉണ്ടാവുമല്ലോ, അവരെ എങ്ങനെയാണ് സമാധാനിപ്പിക്കുക? അല്ല, തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രവർത്തകന്മാരോട് ഞാനിപ്പോ ആ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചതിന് ശേഷം അവിടുന്ന് ഇറങ്ങിയതാണ്. അവിടുത്തെ പാർട്ടി പ്രവർത്തകന്മാരോട് പറഞ്ഞത് അങ്ങേയറ്റത്തെ ആത്മസംയമനത്തോടു കൂടി കാര്യങ്ങൾ നേരിടണം, പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാം, അതേസമയം സംഘർഷത്തിനിടയാവുന്ന ഒരു നിലപാടും സ്വീകരിച്ചുകൂടാ എന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശം CPMന്റെ പ്രവർത്തകന്മാർക്ക് നൽകിയിട്ടുണ്ട്. അവര് പ്രകോപനം ഉണ്ടാക്കുന്നത് ബോധപൂർവമാണ്. ആ ബോധപൂർവമായിട്ടുള്ള RSSന്റെ ഉദ്ദേശം വിജയിക്കാൻ വഴി പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ RSSലെ ഒരു വിഭാഗമാണ് ഇത്തരം സംഘർഷങ്ങൾ തുടരണം അതിനുവേണ്ടിയുള്ള കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സംഘർഷങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്കിടയിലുള്ള ഭിന്നതയാണ് പരിഹരിക്കാൻ വേണ്ടി പോകുന്നത്. RSSനകത്ത് വലിയ നിലക്കുള്ള ഭിന്നതയുണ്ടല്ലോ. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു RSSകാരൻ 38 ദിവസം രഹസ്യമായിട്ട് ക്യാമ്പിന് അകത്ത് കഴിയേണ്ടി വന്നത്, ഭീകരമായിട്ടുള്ള മർദ്ദനത്തിന് വിധേയമായത് പോലും RSSനകത്തുള്ള ഭിന്നതയുടെ ഫലമായിട്ടാണല്ലോ. അങ്ങനെ എല്ലാ സ്ഥലത്തും കണ്ണൂരിലും തലശ്ശേരിയിലും ഒക്കെ അത്തരം ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട്. ആ ഭിന്നത പരിഹരിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് ചിലരെല്ലാം സംഘർഷത്തെ കാണുന്നത്. അതുകൊണ്ട് CPM പ്രവർത്തകന്മാരോട് ഞാൻ ഇപ്പോഴും അഭ്യർത്ഥിക്കുന്നത് പ്രകോപനങ്ങളിൽ കുടുങ്ങാതെ അങ്ങേയറ്റത്തെ ആത്മസംയമനത്തോടു കൂടി ഇപ്പോഴത്തെ സാഹചര്യം നേരിടണം എന്നാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ പി ജയരാജൻ. ഇപ്പോൾ BJP നേതാവ് ശ്രീ ജോർജ് കുര്യൻ ചേർന്നിട്ടുണ്ട്. ശ്രീ ജോർജ് കുര്യൻ, കണ്ണൂരിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സംസാരിച്ചുകൊണ്ടിരുന്ന വേദിക്കരികിലാണ് RSSകാർ ബോംബെറിഞ്ഞതായി ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അത് എങ്ങനെ കാണുന്നു പാർട്ടി? RSSകാരാണ് എറിഞ്ഞത് എന്ന് ഇപ്പൊ തന്നെ വിളിച്ചു പറയുകയാണ്.
അത് തന്നെയല്ല എത്ര പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, ആരുടെ കയ്യിലിരുന്നാണ് പൊട്ടിയത്, ഇതൊക്കെ കണ്ടുപിടിച്ചോ? മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഒരു ഡിഫൻസിലായിരുന്നു. കാരണം ആൾക്കാരെ അവരെ ചുട്ടുകൊല്ലുന്നു, അതുപോലെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുന്നു, നേതൃത്വം പറഞ്ഞിട്ട് കേട്ടിട്ടില്ല, അത് എന്നൊക്കെയുള്ള ഒരു ധാരണ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ആരാണ് അത് ആസൂത്രണം ചെയ്തത് എന്ന് തീർച്ചയായിട്ടും കണ്ടുപിടിക്കേണ്ടതാണ്. ആരുടെ കയ്യിലിരുന്നാണ് ആ ബോംബ് പൊട്ടിയത്, ആർക്കാണ് പരിക്ക്, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു യോഗത്തിന്റെ ഉള്ളില് ഇങ്ങനെ പൊട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അത് ആസൂത്രിതമാണ്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി രക്ഷപ്പെടാൻ വേണ്ടി സ്വയം ചെയ്ത ഒരു പരിപാടിയാണ് എന്നാണ് ഇപ്പോൾ അത് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല പെട്ടെന്ന് തന്നെ ഇത് മർദ്ദനമുണ്ടായിരിക്കുന്നു. ഈ സാധാരണ രീതിയിൽ പോലീസും ജനങ്ങളും ഒക്കെ ഒരു കൊലപാതകം BJP-കാരനോ RSS-കാരനോ മരിച്ചു കഴിഞ്ഞാൽ അത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണോ എന്നറിയുന്നത് അപ്പൊ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പറയും ഒന്നിൽ അത് പെണ്ണുകേസാണ്, അല്ലെങ്കിൽ അത് കുടുംബവഴക്കാണ്, അല്ലെങ്കിൽ അത് സ്വത്ത് തർക്കമാണ് എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പറഞ്ഞാൽ അപ്പൊ ഉറപ്പിക്കാതെ മാർക്സിസ്റ്റുകാരെ ചെയ്തിരുന്നു. അപ്പൊ അത് വർഷങ്ങളായിട്ട് കാണുന്ന കാര്യമാണ്. ശ്രീ ജോർജ് കുര്യൻ, അതുപോലെ തന്നെ ശ്രീ ജോർജ് കുര്യൻ, ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കട്ടെ. ഇപ്പോൾ ഈ കണ്ണൂരിലെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ വലിയ പ്രകോപനം ഉണ്ടാകുന്ന തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി പ്രവർത്തകർ തമ്മിലുള്ള ഇടപെടലുകൾ ഉണ്ടാകാറുണ്ട്. അത് നിർത്താൻ വേണ്ടിയാണ് ഒരു സർവകക്ഷി യോഗം അവിടെ കൂടിയിട്ടുള്ളത്, നിരന്തരം കൂടുന്നത്. ഇപ്പോൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അവിടെ സമാധാന തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതിൻ്റെ പുറത്ത് എന്തൊക്കെ നടപടികൾ ഉണ്ടായാലും അതാത് പാർട്ടിയുടെ നേതൃത്വങ്ങൾ അത് തള്ളിപ്പറയും എന്നുള്ളൊരു ധാരണ കൂടിയുണ്ട്. അവിടെ ഇപ്പോൾ CPM എടുത്ത ഒരു നിലപാട് പോലെ ഈ കാര്യത്തിൽ നിങ്ങളുടെ പാർട്ടി അണികളോട് നിങ്ങൾ ഒരു ആഹ്വാനമോ ഒരു സന്ദേശമോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ? അതോ ഇത് പ്രതിരോധിച്ച് തന്നെ മുന്നോട്ട് പോകാനാണോ പരിപാടി? അല്ല, ഈ സമാധാന ചർച്ചയ്ക്ക് ശേഷം മാർക്സിസ്റ്റ് പാർട്ടി 3 BJP-കാരെ കൊന്നു. BJP ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് മൂടി വെക്കാൻ വേണ്ടി ആസൂത്രിതമായിട്ട് അവരുടെ വേദിക്ക് എത്ര പേർക്ക് പരിക്ക് പറ്റി അങ്ങനെയുള്ള ന്യൂസുകളൊന്നും ഇല്ലേ? ആരുടെ കയ്യിൽ ഇരുന്നാണ് പൊട്ടിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലേ? ഇത് ബോംബെറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അന്തരീക്ഷത്തിലേക്കാണ്. ശ്രീ ജോർജ് കുര്യൻ, ഒരാൾ ഗുരുതരമായ പരിക്കേറ്റ് ഇപ്പോൾ ആശുപത്രിയിലാണ്. അവിടെ പാർട്ടിയുടെ പ്രചരണ ബോർഡുകൾക്ക് മേൽ കരിയോയിൽ ഒഴിച്ചു, അതിനുശേഷം ബോംബെറിഞ്ഞു. പാർട്ടി യോഗം നടക്കുന്ന സമയമാണ്. എല്ലാവരും ചിന്നിച്ചിതറി പോകുന്നൊരവസ്ഥയുണ്ടായി. അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും വിലയിരുത്തി വരുന്നു. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ യോഗത്തിൽ പോയിട്ട് അവരുടെ ബോർഡിൽ കരിയോയിൽ ഒഴിച്ചു, മാർക്സിസ്റ്റുകാർ നിൽക്കുന്നിടത്തെ. അതൊക്കെ ഇത് ആരോടാണ് ഇത് പറയുന്നത്? ഇത് മാർക്സിസ്റ്റ് പാർട്ടി ഇതിങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും പെണ്ണ് കേസ്, സ്ഥലക്കേസ്, സ്വത്ത് തർക്കം, ഇതൊക്കെയാണല്ലോ സാറിന് പറയുന്നത്. ശ്രീ ജോർജ് കുര്യൻ ഈ രീതിയിലാണ് അതിനെ പ്രതിരോധിക്കുന്നത്. ശ്രീ P. ജയരാജൻ, ഇതാണ് ഒരു BJP നേതാവിൽ നിന്ന് ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രതികരണം, എങ്ങനെ കാണുന്നു? അതായത് BJP നേതാക്കന്മാര് RSS നേതാക്കന്മാര് ഭയപ്പെടുത്തിയിട്ടാണ് ഇത്തരം നിലപാടെടുക്കുന്നത്. കാരണം ഇപ്പോ ധർമ്മടത്തെ ഒരു കൊലപാതകത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, CPM അതിനെ പരസ്യമായിട്ട് അപലപിച്ചു എന്ന് മാത്രമല്ല, അതിൽ CPM-മായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കില്ല എന്ന പരസ്യമായിട്ട് നിലപാട് സ്വീകരിച്ചല്ലോ. അതേപോലെ എന്തുകൊണ്ട് BJP-ക്ക് സ്വീകരിക്കാനാവുന്നില്ല? ഇവിടെയാണ് RSS നേതാക്കന്മാര് ഭയപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ചില നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഇവിടെ പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള നേതാവ് പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗിന്റെ ഭാഗമായി തന്നെ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അവിടെ ബൈക്കിലെത്തിയിട്ടുള്ള RSS-കാരാണ് കരിവേല ഒഴിച്ചത്, അവരാണ് പ്രചരണ സാമഗ്രികൾ നശിപ്പിച്ചത്, അവരാണ് ബോംബെറിഞ്ഞത്. അതിനെ തള്ളിപ്പറയാനുള്ള ഒരു സാമാന്യ മര്യാദ എന്തുകൊണ്ട് BJP നേതാക്കന്മാർ കാണിക്കുന്നില്ല? അത് CPIM നേരത്തെ കാണിച്ചല്ലോ. ഞങ്ങൾ അവരെ സംരക്ഷിക്കില്ല എന്ന നിലപാട് CPM സ്വീകരിച്ചു. അത്തരമൊരു സംഭവത്തെ പരസ്യമായിട്ട് അപലപിച്ചു. പോലീസും അന്വേഷിച്ചിട്ട് CPM-ന്റെ ഉത്തരവാദപ്പെട്ട ആർക്കെങ്കിലും ആ ധർമ്മടത്തെ ആ മരണവുമായി ബന്ധമുണ്ട് എന്ന് ഇതേവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത്തരം സംഘർഷങ്ങൾ നാട്ടിൻപുറത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ തള്ളിപ്പറയാനുള്ള ഒരു ഉത്തരവാദിത്വ ബോധമല്ലേ സമാധാനത്തോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ BJP നേതൃത്വം RSS നേതൃത്വം ചെയ്യേണ്ടത്. അത് ചെയ്യാതെ ഇങ്ങനെ തൊടു ന്യായം പറയുന്നത് കൊണ്ട് എന്താണ് കാര്യം? അത് ജനങ്ങളെ കബളിപ്പിക്കലാണ്. ജനങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് RSS BJP നേതൃത്വത്തിന്റെ ഇംഗിതം മനസ്സിലാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ ജോർജ് കുര്യൻ, അല്ല, ഈ BJP-കാരല്ലേ ആ BJP-കാരനെ കൊന്നത്? അങ്ങനെയല്ല ജയരാജന്മാര് പറഞ്ഞത്? BJP-കാർ കൊന്നു, RSS-കാർ കൊന്നു. എന്നിട്ട് പിന്നെ എന്തിനാ ഞങ്ങളുടെ പ്രവർത്തകരുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകരെ തള്ളിപ്പറഞ്ഞു എന്നൊക്കെ ഇപ്പൊ പറയുന്നത്?
ഇങ്ങനെയുള്ള 21-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയുള്ള കാവട്യങ്ങൾ നടക്കുമോ? കൊലപാതകം നടക്കുമ്പോഴേ പറയുന്നു അത് പെണ്ണ് കേസാണ്, അത് സ്ഥലക്കേസാണ്. ശ്രീ ജോർജ് കുര്യൻ, ഈ കണ്ണൂരിൽ വലിയ സമാധാന ശ്രമത്തിന് വേണ്ടി എല്ലാവരും ശ്രമിക്കുമ്പോൾ പാർട്ടിയുടെ നേതൃത്വങ്ങളൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവകാശങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ താങ്കളെപ്പോലെ ഉത്തരവാദിത്തമുള്ള ഒരു നേതാവ് മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു സന്ദേശം കൊടുക്കേണ്ടതില്ലേ? അവിടെ കൃത്യമായി BJP-യുടെ അണികൾക്ക് എന്ത് സന്ദേശമാണ് BJP നൽകുന്നത്? ഇപ്പോൾ സമാധാന ചർച്ചയ്ക്ക് ശേഷം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു കൊലപാതകവും ഞങ്ങളുടെ പ്രവർത്തകരിൽ ഉണ്ടായിട്ടില്ല. അതാണ് സമാധാനം എന്ന് പറയുന്നത്. മാർക്സിസ്റ്റുകാര് കൊന്നിട്ട് ഈ പഴയ പഴഞ്ചൻ അവരുടെ ആ രീതികളുണ്ടല്ലോ, അത് പറഞ്ഞിട്ട് അത് അങ്ങനെയാണ്, അത് ഇങ്ങനെയാണ്, അത് ഞങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, അപലപിച്ചിട്ടുണ്ട്, BJP-ക്കാർ തന്നെയാണ് കൊന്നത്, ഇങ്ങനെയുള്ള നാട്യങ്ങൾക്കൊന്നും ഞങ്ങൾ തയ്യാറല്ല. കാരണം ഇത് മാർക്സിസ്റ്റ് പാർട്ടി ആസൂത്രണം. ഈ കേൾക്കുന്ന പ്രേക്ഷകർക്കറിയാമല്ലോ, കണ്ണൂരിൽ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ യോഗത്തിനിടയിൽ 2 ബൈക്കിൽ വന്ന ആൾക്കാർ കരിയോയിൽ ഒഴിച്ചിട്ട് ബോംബെറിയുന്നൊക്കെ പറഞ്ഞാല് അവിടുന്ന് അവർ പോകുമോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ യോഗത്തിൽ ചെന്നിട്ട്? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ പരിപാടികൾ അത് 21-ാം നൂറ്റാണ്ടില് ഈ ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ അടുത്ത് നടക്കില്ല. പണ്ടൊക്കെ നടക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് മാർക്സിസ്റ്റുകാര് ആരുടെ കയ്യിലിരുന്നാണ് പൊട്ടിയത്, അല്ലെങ്കിൽ ആരാണ് അത് ആസൂത്രണം ചെയ്തത് എന്ന് കണ്ടെത്തിയിട്ട് അത് അപലപിക്കുകയാണ് വേണ്ടത്. സമാധാനം വേണം. ശരി, വളരെ നന്ദി ശ്രീ ജോർജ് കുര്യൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ജോഷ്ല, ഇപ്പോൾ ഏറ്റവും പുതുതായി വന്ന പ്രേക്ഷകർക്കായി കൂടി കണ്ണൂരിൽ കോടിയേരി നങ്ങാരത്ത് പീടികയിൽ എന്താണ് സംഭവിച്ചത്? അവിടെ ബോംബെറിഞ്ഞ് ജോഷ്ലയിലേക്ക് വരാം. ഇപ്പോൾ AN ഷംസീർ വീണ്ടും ചേർന്നിട്ടുണ്ട്. ഷംസീർ, നേരത്തെ താങ്കൾ പറഞ്ഞപ്പോൾ ടെലിഫോൺ ലൈനിൽ പ്രശ്നമുണ്ടായിരുന്നു. എന്താണ് അവിടെ ഏറ്റവും ഒടുവിലായി താങ്കൾക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച്? താങ്കൾ അവിടെ ഉണ്ടായിരുന്ന ആളാണ്, അവിടെ ഒരാൾക്ക് പരിക്കേറ്റു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ്? വിവരങ്ങൾ. ഡിവൈഎഫ്ഐയുടെ കോടിയേരി സൗത്ത് വില്ലേജ് ജോയിന്റ് സെക്രട്ടറി ശരത്തിനാണ് പരിക്ക് പറ്റിയത്. ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് CPIM-ന്റെ പ്രവർത്തകനായ ജിതേഷിന്റെ അനുസ്മരണ പ്രകടനം കടന്നുപോയത്. ആ പ്രകടനം കടന്നു വരുന്നതിന്റെ പിറകിൽ തന്നെ വന്നാണ് ടെമ്പിൾ ഗേറ്റിൽ നിന്നും ആളുകൾ വന്ന് കരിയോലൊഴിച്ചത്, ബോർഡുകൾക്കും അതുപോലെ തന്നെ ചുവരുകൾക്കും. തുടർന്ന് കോടിയേരിയുടെ പ്രസംഗം തുടങ്ങി ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കാണ് 100 മീറ്റർ അപ്പുറത്ത് ബോംബ് ശബ്ദം ഞങ്ങൾ കേൾക്കുന്നത്. ബോംബ് ശബ്ദം കേട്ടപ്പോൾ ഞാൻ സ്റ്റേജിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രവർത്തകന്മാർ അങ്ങോട്ട് പോയി. പോലീസ് പ്രവർത്തകന്മാരെ ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റി. ഇതാണ് സംഭവം. വളരെ ബോധപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുകയാണ്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിക്കുന്ന ഒരു പൊതുയോഗത്തിനടുത്ത് വന്ന് ബോംബെറിയുക, അതിലൂടെ പ്രകോപനം സൃഷ്ടിക്കുക. ഇത് ബൈക്കിൽ വന്ന കൊമ്മൽ വയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ബൈക്കിൽ വന്ന സംഘമാണ് ബോംബെറിഞ്ഞത്. ഒരു ഭാഗത്ത് ടെമ്പിൾ ഗേറ്റ് കേന്ദ്രീകരിച്ച അക്രമി സംഘവും മറുഭാഗത്ത് ടെമ്പിൾ ഗേറ്റ് കേന്ദ്രീകരിച്ച അക്രമി സംഘവും. ഈ 2 സംഘങ്ങൾ 2 സ്ഥലത്ത് കേന്ദ്രീകരിച്ചായിരുന്നു അക്രമം നടത്തിയത്. അപ്പൊ ഇത് വളരെ ഗൗരവമായി കാണണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി മാത്രമല്ല പൊതുയോഗം നടത്തുന്നത്. പൊതുയോഗത്തിൽ ഇപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും പ്രസംഗിക്കുന്നത്. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് നാളെ പ്രസംഗിക്കില്ല പല വേദികളിലും. അപ്പൊ ഈ നില തുടർന്നാൽ ഇത് എങ്ങോട്ടേക്കാണ് നാട് പോവുക? അപ്പൊ ഇത് ഗൗരവമായി കാണണമെന്നാണ് കേരളീയ പൊതുസമൂഹത്തോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ സീനിയറായ ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിക്കുന്ന സ്റ്റേജിന്റെ 100 മീറ്റർ അപ്പുറത്ത് ബോംബെറിഞ്ഞ് പൊതുയോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുക, അതായിരുന്നു ഇവിടെ ലക്ഷ്യം. പക്ഷെ പൊതുയോഗം നടന്നു, നമ്മുടെ പ്രവർത്തകന്മാർ ശാന്തരായിരുന്നു. അതിന്റെ ഭാഗമായി പൊതുയോഗം നടന്നു, പൊതുയോഗം പിരിഞ്ഞു. ഇതാണ് സംഭവം. രക്തസാക്ഷി അനുസ്മരണ പൊതുയോഗം പോലും CPIM പോലത്തെ ഒരു പാർട്ടിക്ക് ഇവിടെ നടത്താൻ അനുവദിക്കില്ല എന്ന ഈ രാഷ്ട്രീയത്തോടൊന്നും വഴങ്ങി നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അപ്പൊ പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഷംസീർ, ഇപ്പോൾ ബൈക്കിലെത്തിയ സംഘത്തെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? പോലീസ് ഇക്കാര്യത്തിൽ എന്ത് നിലപാടുകൾ എടുക്കുന്നതായിട്ടാണ് ഇപ്പോൾ താങ്കൾക്കുള്ള വിവരം? പോലീസ് ഇപ്പോൾ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്ത് ശ്രമം തുടരുന്നുണ്ട്. പിടിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം വളരെ ഗൗരവമുള്ള ഒരു മീറ്റിംഗ്, വളരെ ഗൗരവമായ രാഷ്ട്രീയ സാഹചര്യമാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി എല്ലാം ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ നിലയിൽ പോലീസിന്റെ ഭാഗത്ത് ആക്ഷൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി ഷംസീർ, ഒരു നിമിഷം ലൈനിൽ തുടരുക. ഇപ്പോൾ BJP നേതാവ് VV രാജേഷ് കൂടി ചേർന്നിട്ടുണ്ട്. VV രാജേഷ്, കണ്ണൂരിൽ അക്രമ സംഭവം വീണ്ടും കേൾക്കുന്നു. അതും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന വേദിക്കരികിലാണ് ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത്. ബൈക്കിലെത്തിയ 2 RSS-കാരാണ് ഇത് ചെയ്തതെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഈ RSS-കാരാണ് VV രാജേഷിന്റെ ടെലിഫോൺ ലൈനിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അദ്ദേഹം യാത്രയിലാണെന്ന് തോന്നുന്നു. അദ്ദേഹം റേഞ്ചിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശ്രീ ഷംസീർ, ഇതാണ് നമുക്ക് BJP നേതാക്കൾ 2 പേർ ഈ ചർച്ചയിൽ ഇപ്പോൾ പങ്കെടുത്ത് സംസാരിച്ചു. ശ്രീ ജോർജ് കുര്യനും ശ്രീ VV രാജേഷും. ഇത് RSS ആണ് എന്ന കാര്യത്തിൽ എന്താണ് തെളിവ്? അതുപോലെ ഇത് ആരുടെ കയ്യിലിരുന്നാണ് പൊട്ടിയത് എന്നറിയണം. ഈ കാര്യത്തിൽ കുപ്രചരണങ്ങൾ മാത്രമാണ് നടക്കുന്നത് എന്നുള്ള നിലയ്ക്കുള്ള പ്രതിരോധങ്ങളല്ലാതെ
ഒരു BJPയുടെ അണികൾക്കൊരു സന്ദേശം നൽകുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. ഷംസീർ, ജോഷ്ല, എന്താണ് ജോഷ്ലയ്ക്ക് അവിടെ നിന്ന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ടെലഫോൺ ലൈനിൽ സർവത്ര സംഘർഷമാണ്. വലിയ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ് കണ്ണൂരിൽ നിന്ന് വരുന്നത്. കണ്ണൂരിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ വേദിക്ക് സമീപം ബോംബേറ്. സംഭവത്തിന് പിന്നിൽ RSS എന്ന് CPM ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കോടിയേരി നങ്ങാരത്ത് പീടികയിൽ CPM സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിനിടെയാണ് സംഭവം. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി PV ജോഷ്ലയുണ്ട്. ജോഷ്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എത്തിയിട്ടുള്ള പ്രേക്ഷകർക്കായി എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ? തലശ്ശേരി കോടിയേരി നങ്ങാരത്ത് പീടികയിലാണ് സംഭവം നടന്നിട്ടുള്ളത്. നങ്ങാരത്ത് പീടികയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജിജേഷിന്റെ രക്തസാക്ഷി ജിജേഷിന്റെ അനുസ്മരണ പൊതുയോഗ നടന്നുകൊണ്ടിരിക്കെ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സംസാരിച്ചു കൊണ്ടിരിക്കെയാണ് വേദിയിലേക്ക് ബോംബേറുണ്ടായത്. എന്നാൽ 100 മീറ്റർ അകലെ വെച്ച് ബോംബ് പൊട്ടുകയായിരുന്നു. ബൈക്കിലെത്തിയ സംഘമാണ് ഇത്തരത്തിൽ ബോംബേർ നടത്തിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞുള്ളത്. RSS പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ എന്നാണ് CPIM ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജില്ല നീങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിക്കുന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് ബോംബേർ ഉണ്ടാകുന്നത്. ഇത് കണ്ണൂർ ജില്ലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് എന്നാണ് CPIM ആരോപിക്കുന്നത്. സംഘപരിവാർ സംഘടനകൾ നേരത്തെ തന്നെ കണ്ണൂർ ജില്ലയിൽ സംഘർഷമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ വേദിക്ക് സമീപം ബോംബേറ്. സംഭവത്തിന് പിന്നിൽ RSS ആണെന്ന് CPM. കോടിയേരി നങ്ങാരത്ത് പീടികയിൽ CPM സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിനിടെയായിരുന്നു സംഭവം. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. ഇതാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ. ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.